അല്ല, അവരെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിടയ്ക്ക് പോയി ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ തമാശയായിട്ടോ അതിശയോക്തിപരമായിട്ടല്ല പറഞ്ഞത്. പുറത്തു നിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അവർ കൊടുക്കുന്ന മെനുവാണ്, മനസ്സിലായില്ലേ? എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ചൈനീസ് ഫുഡാണോ കഴിക്കേണ്ടത്? തണ്ടൂരി ഭക്ഷണമാണോ കഴിക്കേണ്ടത്? അല്ലെങ്കിൽ മലബാറിലെ ഭക്ഷണമാണോ കഴിക്കേണ്ടത്? അവർ എഴുതി കൊടുക്കുന്ന മെനു അനുസരിച്ചാണ് ഭക്ഷണം അവർ കൊണ്ടു കൊടുക്കുന്നത്. അവരാവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ ഫോൺ മാറ്റിക്കൊണ്ടിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണേ അവർ ഉപയോഗിക്കുള്ളൂ. അവിടെ നിന്നുകൊണ്ട് അവർ എല്ലാ ക്രിമിനൽ കാര്യങ്ങളെയും നിയന്ത്രിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം കൺട്രോളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ജയിലധികൃതർക്ക് യാതൊരു കാര്യമില്ല. അല്ലാതെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടില്ലല്ലോ. ഇവിടെ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ പോലത്തെ ഒരാൾക്ക്, ഇത്രയും ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക്, ഏകാന്ത തടവിൽ കിടന്നിരുന്ന ഒരാൾക്ക്, അയാൾ എത്രയോ ദിവസം കൊണ്ടായിരിക്കും ഇത് മുറിച്ചെന്ന് പറയുന്നത്. ഇത് മുറിച്ചത്, ഈ മുറിച്ച കമ്പി കൊണ്ട് ഇത് മുറിക്കുന്നത്. ഇയാൾക്ക് ഇത്രയും നീളത്തിലുള്ള തുണി എവിടെയാണ് ജയിലിൽ കിട്ടുന്നത്? ജയിൽ ചട്ടങ്ങളിൽ തന്നെ ഉണ്ട്. അതായത് വല്ല തൂങ്ങി മരിക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊന്നും പാടില്ല, അത്രയും നീളത്തിലുള്ള തുണിയൊന്നും കൊടുക്കാൻ പാടില്ല. വല്ല ജയിലിൽ വന്നു കഴിയുമ്പോഴേക്കും ഒറ്റയ്ക്കാവുമ്പോൾ വല്ല മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായാലോ, അതൊന്നും പാടില്ല. കയറ് പാടില്ല. ഇവിടെ കയറുണ്ട്, തുണിയുണ്ട്, നീളത്തിലുള്ള അല്ല ബെഡ്ഷീറ്റ്. അതിലെ പൊട്ടി നിലത്ത് വീഴരുതല്ല. ഇയാൾ ഇറങ്ങുമ്പോൾ പൊട്ടി നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി അത്രയും കട്ടിയുള്ള പുതപ്പ് പോലത്തെ നല്ല തുണി. സാധാരണ തുണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ കീറിപ്പോലും. അതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് എല്ലാ സുരക്ഷയും, ജയിലിൽ ആടുന്ന ആളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അയാൾക്ക് അവൈലബിൾ ആയിരുന്നു. അയാൾക്ക് അവൈലബിൾ ആയിരുന്നു. എന്നിട്ടാണ് ഈ ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ പിടിച്ചത് ചാടി എന്ന് പറയുന്ന അത്ഭുതം. മറ്റേ ടാർസൻ്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല. ടാർസൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഗോവിന്ദച്ചാമി ചാടിയത്. എല്ലാ സൗകര്യം, എല്ലാ സഹായം ചെയ്തു കൊടുത്തു. അവിടെ പ്രതികളാണ് ഭരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതികളാണ് ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരയിടുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഇതല്ല സിസ്റ്റം. അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സിസ്റ്റം. ഇതായിരുന്നു, അതാണ് സംഭവിച്ചത്.